ഓവർ തിങ്കിങ് കൊണ്ട് മൈൻഡ് കാമാവുന്നില്ലേ, നിങ്ങൾക്ക് സ്ലീപ്പൊന്നും കിട്ടുന്നില്ലേ? ഞാൻ ചെയ്ത 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഇതാക്കാം. ഞാൻ പറയാൻ പോകുന്നത് തിയറിയൊന്നുമല്ല, ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് വർക്കായ 3 കാര്യങ്ങളാണ് ഓവർ തിങ്കിങ് എനിക്ക് അനുഭവപ്പെട്ട സമയത്ത്. അതെന്തായാലും നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതാണ് വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 3 സിമ്പിൾ ട്രിക്സാണ് ഓവർ തിങ്കിങ്ങിന് തടയാൻ വേണ്ടിയുള്ളത്. എനിക്കത് വർക്കായിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരുന്നേ ഉള്ളൂ. നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഞാൻ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ. സിമ്പിൾ കാര്യങ്ങളാണ്. അത് നിങ്ങൾ ഇതിൽ എന്താണോ നിങ്ങൾക്ക് വർക്കാവുന്നത് നിങ്ങളത് എടുത്തോളൂ. ഞാൻ കുറച്ച് പോയിന്റ് എഴുതിയിട്ടുണ്ട്, പക്ഷേ 3 ഞാൻ വർക്കായത് ഞാൻ പറയാം. എക്സ്ട്രാ ഞാൻ കൂടെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ചെയ്തു നോക്കുക. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, എന്നാൽ മാത്രമേ ഞാനിന്ന് എല്ലാ ഡീറ്റെയിലും ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് വരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം, അത് നിങ്ങൾ മറക്കല്ല്. എന്തായാലും ഞാൻ ഓരോ പോയിൻ്റായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് വർക്കായ കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ എന്തെങ്കിലും ഓവർ തിങ്ക് ചെയ്യണമെങ്കിൽ അതങ്ങ് പേപ്പറിൽ എഴുതുക. അത്രേ ഉള്ളൂ. മൈൻഡിലുള്ളത് അങ്ങ് പേപ്പറിൽ എഴുതൂ. അതിപ്പോൾ എന്ത് തോട്ടാണെങ്കിലും, നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ ഹൈയായിട്ട് വരണമെങ്കിൽ നമുക്കൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് ആ കാര്യങ്ങളൊന്ന് നിങ്ങളൊന്ന് എഴുതി നോക്ക്. എല്ലാം നിങ്ങൾക്ക് ഉഷാറായിരിക്കും. ഈ തലയിലിരിക്കും തോറുമാണ് നമുക്ക് കുറേ ഹെവി ആയിട്ട് ഫീലാവുന്ന പോലെ ഫീലാവുന്നത്. അത് നമുക്ക് വേണ്ട. അതിനുവേണ്ടി നമ്മളത് എഴുതിയെങ്കിലും തീർക്കണം. ആരെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു പേപ്പർ എടുത്ത് എഴുതി നോക്ക്. അപ്പോഴേക്കും നമുക്കത് ലൈറ്റാവും. നമ്മളെന്തോ അത് ആരെടുത്തോ ഷെയർ ചെയ്ത പോലെ. നിങ്ങളങ്ങനെ ഒന്ന് ഷെയർ ചെയ്ത് നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത് ഗുണമുള്ളതാണോ. ഇതാണ് എൻ്റെ 1ാമത്തെ ട്രിക്ക്. നിങ്ങളത് ചെയ്തു നോക്കണം. 2ാമത്തത്, നമ്മൾ ആ തിങ്കിങ് ഒന്ന് കുറയ്ക്കണം. അപ്പം നമുക്ക് എന്തെങ്കിലും വന്നാൽ, നമുക്കൊരു മനുഷ്യനാണ്, നമുക്കത് തിങ്ക് ചെയ്യാതിരിക്കാൻ പറ്റൂലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് എന്തെങ്കിലും വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ തിങ്കിങ്ങിനെ ഒന്ന് ഷോർട്ട് ടൈമായിട്ടൊന്ന് ലിമിറ്റ് ചെയ്ത് നോക്കണം. 5-10 മിനിറ്റ് തിങ്ക് ചെയ്താൽ മതി. അങ്ങനെ ആക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് തിങ്കർ ചെയ്യണവരാണെങ്കിൽ തന്നെ ഒരു 5-10 മിനിറ്റ് നിങ്ങളൊരു ടൈമർ വെക്കണം. ടൈമർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് അത്ര സമയം നിങ്ങൾ ആ ടൈമർ ചെയ്യാൻ നിങ്ങൾ മാറാൻ ശ്രമിക്കണം. പയ്യെ മാറ്റണം. ടൈം ലിമിറ്റ് ചെയ്ത് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് തിങ്കിങ് വേണം. പക്ഷേ അൺലിമിറ്റഡ് തിങ്കിങ് ആണെങ്കിൽ അത് നമ്മളെ നല്ല രീതിയിൽ ഡാമേജ് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം. അതൊരു 2ാമത്തെ ട്രിക്കാണ്. ഇതെനിക്ക് വർക്കായിട്ടുള്ളത് ആ ഒരു കാര്യം. നിങ്ങൾ ടൈം ലിമിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾ ഓവർ തിങ്കിങ് നല്ല രീതിയിൽ കുറയും. പിന്നെ 3ാമത്തത് എനിക്ക് പറയാനുള്ള ആക്ഷനാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. വാക്കി, ജിമ്മിൽ മൂവ്. നമ്മൾ ശരീരം അനങ്ങിക്കൊണ്ടിരുന്നാൽ നമ്മൾ എന്തായാലും ഒന്നും തിങ്ക് ചെയ്യാൻ പോകുന്നില്ല. അത് പയ്യെ തന്നെ മാറിക്കോളും. അപ്പോൾ അതൊരു എളുപ്പമുള്ളൊരു വഴിയാണ് എല്ലാവർക്കും. പിന്നെ പാട്ട് കേൾക്കുക, ജിമ്മിൽ പോവുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ശരീരമൊക്കെ അനങ്ങുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മളെ മൈൻഡ് അങ്ങ് മാറും. ഇപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്കായി ബോഡി തോന്നണമെങ്കിൽ അപ്പം തന്നെ മൂവ് ചെയ്യണം. അപ്പം തന്നെ നമുക്കൊരു നല്ലൊരു ഇത് തോന്നും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഫോൺ ഡിസ്റ്റൻസാണ്. സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ കമ്പാരിസണിൽ നമുക്ക് എന്തായാലും ഓവർ തിങ്കിങ് ട്രിഗർ ചെയ്യും. അതാണ് ഇതിൽ പറയണത്. അപ്പോൾ ഫോൺ എന്തായാലും ഡിസ്റ്റൻസ് നമ്മൾ ചെയ്യണത് നല്ലതായിരിക്കും. പിന്നെ പറയാനുള്ളത് സ്ലീപ്പ് ഇമ്പോർട്ടൻസ് ആണ്. നല്ല രീതിയിൽ ഉറങ്ങുക, ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓവർ തിങ്കിങ് വരും. സ്ലീപ്പ് കുറയുമ്പോൾ ഓവർ തിങ്കിങ് കൂടും. നല്ല സ്ലീപ്പ് വന്നാൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ആവും. അതാണ് പറയാനുള്ളത്. പിന്നെ മെയിനായിട്ട് റിയലൈസ് ചെയ്യണം. നമുക്ക് ഇത് നടക്കൂല എന്നുള്ളൊരു രീതിയിൽ റിയലൈസ് ചെയ്യണം. ഓവർ തിങ്കിങ് വരും. ഫ്യൂച്ചറിലെ കാര്യങ്ങൾ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് പ്രസൻറ്റിൽ ചെയ്ത് നിങ്ങൾ കളയല്. അതാണ് അതിൽ മെയിനായിട്ട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതൊക്കെയാണ് മെയിൻ പോയിന്റുകൾ. ഇതിൽ ആദ്യത്തെ 3 എനിക്ക് വർക്കായതാണ്. നിങ്ങൾക്കും വർക്കാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെന്തായാലും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയും. വേറെ വല്ല നിങ്ങൾക്ക് ഇത് വർക്കായെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ.
ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഓവർ തിങ്കിങ് ചെയ്യണ ആൾക്കാരാണ്. അതുകൊണ്ട് ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഗുണപ്പെടും. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.